ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മൊബൈൽ ഫോൺ, ഈ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ നമ്മൾ കാണുമ്പോൾ അവിടെ ഒരു ചുവന്ന ടേപ്പ് പതിപ്പിച്ചിരിക്കുന്നു. അതിനെന്തെങ്കിലും കാരണം ഉണ്ടാകും? ഇങ്ങനൊരു ചിത്രം ഇപ്പോൾ ലോകത്ത് വളരെ വൈറലായിട്ടുണ്ട്. അദ്ദേഹം സംസാരിക്കുന്നു. അത് പാർലമെന്റ് ഉണ്ടല്ലോ, ഇസ്രായേലിന്റെ പാർലമെന്റിന് നെസറ്റ് എന്നാണ് പേര്. നെസറ്റിന്റെ ഈ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഏരിയയിൽ സത്യത്തിൽ എങ്ങനെയാ പടം, അദ്ദേഹം അവിടെ നിന്ന് സംസാരിക്കുന്ന പടം, അവിടെ ചിത്രമൊക്കെ എടുക്കുന്നത് തന്നെ അത്ഭുതമാണ്. വന്നിട്ടുണ്ട്. അപ്പോൾ ആ പുറകിൽ നിന്ന് നമുക്ക് കാണാം, ക്യാമറയുടെ പുറകിൽ ക്യാമറയുടെ അവിടെ ചുമന്ന ടേപ്പ് ഒട്ടിച്ചിട്ട് ഉണ്ട്. എന്തുകൊണ്ട് ഒട്ടിച്ചു എന്നുള്ളതാണ് ചോദ്യം. അത് ഈ ജെറുസലേമിൽ ആണ് ആ പാർക്കിംഗ് ഏരിയ. അദ്ദേഹം ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. ഒരു കറുത്ത ലക്ഷറി കാറ് അദ്ദേഹത്തിൻ്റെ അപ്പുറത്ത് ഉണ്ട്. അതിൻ്റെ അടുത്ത് നിന്നാണ് ഈ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചിത്രം പങ്കുവെച്ചത് പോഡ്കാസ്റ്റർ മരിയോ നൗഫൽ ആണ് ഈ ചോദ്യമൊക്കെ ചോദിച്ചത്. അതായത് ഫോണിൻ്റെ ലെൻസുകൾ, സെൻസറുകൾ ഒക്കെ ചുമന്ന കട്ടിയുള്ള ടേപ്പ് വെച്ചിട്ടാണ് ഈ ഒട്ടിച്ചിരിക്കുന്നത്. എന്തിനാണ് നെതന്യാഹു ഇത് ചെയ്യുന്നത്? ആരെയാണ് നെതന്യാഹു ഭയക്കുന്നത്? ഇതാണ് ഈ പോഡ്കാസ്റ്റർ മരിയോ നൗഫൽ ചോദിച്ചിരിക്കുന്നത്. ആരെ ഭയക്കുന്നു എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നെതന്യാഹു ഇങ്ങനെ ക്യാമറ ചുമന്ന ടേപ്പ് ഒട്ടിച്ചിട്ട് മറയ്ക്കുകയാണെങ്കിൽ സാധാരണക്കാരൻ എന്തൊക്കെ ചെയ്യണം? സാധാരണക്കാരനും ഇതൊക്കെ ബാധകമല്ലേ എന്നും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഹൈപ്പർ ഫ്രഷ് എന്ന് പറഞ്ഞ അമേരിക്കൻ വെബ്സൈറ്റ് ഇത് വിശദീകരിച്ചിട്ടുണ്ട് ഇതെന്താണെന്ന്. ഇത് ടാമ്പർ എവിഡൻറ്റ് സീൽ ആണ്. എന്ന് പറഞ്ഞാൽ ഹാക്കർമാരെ ഹാക്ക് ചെയ്യാതിരിക്കാനൊക്കെയുള്ള ടാമ്പർ എവിഡൻറ്റ് സീൽ ആണിത് എന്ന് അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വലിയ സുരക്ഷാ മേഖലകളിലുള്ള സ്പെഷ്യൽ സ്റ്റിക്കർ ആണിത്. വലിയ സുരക്ഷാ മേഖലകളിൽ ഇങ്ങനെ ഒട്ടിക്കാറുണ്ട്, മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ചെയ്യാറുണ്ട് എന്നാണ് അവർ പറയുന്നത്. ആകസ്മികമായിട്ടോ മനഃപൂർവമായിട്ടോ രഹസ്യ വിവരങ്ങളുടെ ചിത്രമെടുക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചുമന്ന ടേപ്പ് പതിച്ച് ഈ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ മറയ്ക്കുന്നത്. ഫോണിൽ ക്യാമറ ഉണ്ട്, മൈക്രോഫോൺ ഉണ്ട്, വേറെയും സെൻസറുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് റെക്കോർഡ് ചെയ്യുകയോ അതുവഴി രഹസ്യ വിവരങ്ങൾ ചോർത്തുകയോ ഒക്കെ ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ഒട്ടിക്കുന്നത്. അപ്പം നെസറ്റിൻ്റെ ഇസ്രായേൽ പാർലമെൻറ്റിൻ്റെ ക്ലാസിഫൈഡ്, അതായത് രഹസ്യ മേഖലകളിൽ പടം പിടിക്കാൻ പാടില്ല. ചാരപ്രവർത്തനങ്ങൾ തടയാൻ വേണ്ടി, റെക്കോർഡിംഗ് തടയാൻ വേണ്ടി ആണ് ഈ ചുമന്ന ടേപ്പ് ക്യാമറ ഒട്ടിച്ചിരിക്കുന്നത്. ചില സ്മാർട്ട് ഫോണുകൾ, ഈ ആപ്ലിക്കേഷൻസ്, ആപ്പുകൾ, ടിക്ടോക്ക് പോലുള്ള ആപ്പുകൾ, ഇതിനൊക്കെ ഇസ്രയേലിൽ നിയന്ത്രണങ്ങൾ ഉണ്ട്. ഈ സ്പൈയിങ് ടെക്നോളജി ഉണ്ടല്ലോ. അപ്പോൾ ചില പൗരന്മാരെയും ഒക്കെ നിരീക്ഷണത്തിൽ അവിടെ വെച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകളുണ്ട്. പിന്നെ അവിടുത്തെ NSO ഗ്രൂപ്പിന്റെ പെഗാസസ് സോഫ്റ്റ്വെയർ, അത് ഇന്ത്യയിൽ ഇല്ലേ, പലരുടെയും ഫോണിൽ രാഷ്ട്രീയക്കാർ, പത്രപ്രവർത്തകര്, ബിസിനസ്സുകാര് ഫോണിൽ പെഗാസസ് സോഫ്റ്റ്വെയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ വിവാദമൊക്കെ ഉണ്ടായില്ലേ, ഇവിടെ കോളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ സ്പൈയിങ് ടെക്നോളജിയും ഒക്കെ വളരെ അഡ്വാൻസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഇസ്രയേൽ. ചാരപ്രവർത്തനം വലിയ ആധുനികീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഇസ്രയേൽ. അപ്പോൾ സീറോ ക്ലിക്ക് സ്പൈവെയർ കൊണ്ട് വിദൂരത്ത് നിന്ന് ക്യാമറ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ സംവിധാനങ്ങളുണ്ട്. വിദൂരത്ത് നിന്നിട്ടും ഇത് ഒട്ടിച്ചില്ലെങ്കിൽ ഇത് ആക്ടിവേറ്റ് ചെയ്ത് രഹസ്യങ്ങൾ പിടിക്കാൻ പറ്റും. യൂസർ ഇത് അറിയാതെ തന്നെ ചെയ്യാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അങ്ങനെ
ക്യാമറകളെ പിടികൂടാവുന്ന മൊബൈൽ ക്യാമറകളെ പിടികൂടാവുന്ന സ്പൈവെയറുകൾ നിലവിലുണ്ട്. അപ്പോൾ ഈ സ്റ്റിക്കർ നീക്കിക്കഴിഞ്ഞാൽ സ്ഥിരം, അതായത് ഈ സ്റ്റിക്കർ ഒട്ടിച്ചത് നെതന്യാഹു ആയിരിക്കില്ല, അവിടുത്തെ ചാരസംഘടനകൾ ഒട്ടിച്ചതായിരിക്കും. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ സ്റ്റിക്കർ ആർക്കെങ്കിലും നീക്കിക്കളയാമല്ലോ, നെതന്യാഹു ഈ ഫോൺ ഉപയോഗിക്കാത്ത സമയത്തോ ഒക്കെ. അപ്പോൾ ഈ സ്റ്റിക്കർ നീക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു വോയിഡ് എന്ന് പറഞ്ഞിട്ട് മാർക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സെക്യൂരിറ്റി ടീമുകൾക്ക് ഒരു അലർട്ട് അവർക്ക് കിട്ടും. ആരെങ്കിലും ഒരാൾ ഈ സ്റ്റിക്കറിൽ തൊടുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്ത് ഇതെങ്ങനെ ചെയ്യുന്നു എന്നുള്ള അലർട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒന്ന് ഇത് മറച്ചിരിക്കുന്നു, മറ്റേത് ഇത് നീക്കിക്കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്ത് അത് ശ്രദ്ധയിൽ ജാഗ്രത മുഴങ്ങുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഗുണം. ഇത് പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാണ്. അവിടുത്തെ ഇസ്രയേലിലെ സെക്യൂരിറ്റി പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാവരും ഇങ്ങനെ ഒട്ടിക്കുന്നുണ്ടാവും, വലിയ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ. അപ്പോൾ ഇറാനിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സൈബർ ഗ്രൂപ്പുകളുണ്ട്. ഒരു പ്രധാനപ്പെട്ട സൈബർ ഗ്രൂപ്പാണ് ഹൻഡാല, ഇറാനിൽ ഇതൊക്കെ ചെയ്യുന്നത്. ഈ വർഷം ആദ്യം തന്നെ മുൻ മന്ത്രിമാര്, സഹായികൾ ഒക്കെ ഈ ഇസ്രയേലിൽ ഇങ്ങനെ ഈ ഹൻഡാല, ഇറാൻ്റെ സൈബർ ഗ്രൂപ്പ് ഹാക്ക് ചെയ്തതായിട്ടും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇസ്രയേലിലെ. അപ്പോൾ പുതിയൊരു നിയമം അവിടെ പാസ്സാക്കാൻ പോകുന്നുണ്ട് ഇസ്രയേലിൽ, നാഷണൽ സൈബർ പ്രൊട്ടക്ഷൻ ലോ 2026 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹാക്കർമാർക്ക് മൊത്തത്തിൽ ഇരുട്ട് സംഭാവന ചെയ്യുന്ന നിയമമായിരിക്കും എന്നാണ് പറയുന്നത്. അവിടെ പട്ടാളക്കാർക്ക് ആൻഡ്രോയിഡ് മൊബൈൽ ഫോണുകൾ നിരോധിച്ചിട്ടുണ്ട്. പട്ടാളക്കാർ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നവിടെ വ്യവസ്ഥയുമുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് ജാഗ്രത പുലർത്തേണ്ട ഒരു രാജ്യമാണല്ലോ ഇസ്രയേൽ. പ്രത്യേകിച്ച് ജൂതരാജ്യം എന്നുള്ള നിലയ്ക്ക് ഒരുപാട് ആക്രമണങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ഒരു ചെറിയ രാജ്യമാണത്. ചുറ്റും ശത്രുക്കളാണ്. ഒരു ഭാഗത്ത് ഇറാൻ, മറുഭാഗത്ത് തുർക്കി, ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. സിറിയ, ചുറ്റും ശത്രുക്കൾ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ഉണ്ടായ ചുമന്ന ടേപ്പാണ് ആ മൊബൈൽ ഫോണിൽ ക്യാമറ മറച്ച് കാണുന്നത്. ലോകത്ത് തന്നെ ഏറ്റവും അധികം സെക്യൂരിറ്റി ഉള്ള നേതാവ്, അതായത് ഒരു രാജ്യത്തിൻ്റെ തലവന്മാരിൽ ഒരാളാണ് ഈ പറയുന്നത് നെതന്യാഹു. സ്വാഭാവികമായിട്ടും ആ രാജ്യത്തെ ജനങ്ങളുടെ ടെക്നോളജി അല്ലെങ്കിൽ ജൂതന്മാരുടെ ടെക്നോളജി എത്രത്തോളം ഉയർന്നതാണെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റിനൊക്കെ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ആ രാജ്യത്തുള്ള സാങ്കേതിക വിദഗ്ധർ അല്ലെ അവരുടെ സൈനികരൊക്കെ ഒരുക്കി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും മറ്റ് രാജ്യങ്ങൾക്ക് അതൊരു മാതൃക കൂടിയാണ്. മാതൃകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മൊസാദൊക്കെ ചെയ്യുന്ന ഒരുപാട് ഓപ്പറേഷൻസ് നമ്മൾ പല വീഡിയോകളിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. ആ സിറിയയിൽ തന്നെ മാർക്കറ്റിലും മറ്റേ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചിട്ടല്ലേ അന്ന്, അത് ആരും അറിയുക പോലും ചെയ്തിരുന്നില്ല. സ്വന്തമായി ആളുകൾ നടക്കുന്ന മൊബൈൽ ഫോണുകളല്ലേ പൊട്ടിത്തെറിച്ചത്. എത്ര കാലം മുമ്പ് ആ മൊബൈൽ ഫോണുകളുടെ കമ്പനി തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത്തരം മൊബൈൽ ഫോണുകളാണ് വിറ്റത് തന്നെ, ബൾക്കായിട്ട് വിറ്റിരിക്കുന്നത് തന്നെ. അപ്പൊ ഇത് സോഴ്സിൽ തന്നെ ഇതെവിടെയാണോ ഉണ്ടായത്, തായ്വാനാണെങ്കിൽ തായ്വാൻ, അവിടെ തന്നെ ഇതൊക്കെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ചെയ്യാവുന്ന സംവിധാനങ്ങൾ വളരെ വിദൂരമായിട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണ് അവര്. സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുവോ മന്ത്രിമാര്? ഇന്ത്യയിലെ ഏതെങ്കിലും മന്ത്രിമാര് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ? പുറകിലെ ഈ ക്യാമറ നമ്മളിങ്ങനെ അടച്ചില്ല എങ്കിൽ ഇതിൽ കൂടിയും വിദൂരത്ത് നിന്ന് ഹാക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതൊക്കെ ഇവിടെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പൊ ദീർഘവീക്ഷണം എത്രത്തോളം വലുതായിരിക്കും അവിടുത്തെ ഈ സാങ്കേതിക വിദഗ്ധ. അതാണ്. അതല്ലാതെ നെതന്യാഹുവിനെ ഈ ഒരു പോഡ്കാസ്റ്റർ പുച്ഛിക്കുകയാണല്ലോ. പുച്ഛിച്ചപ്പോ അമേരിക്കയിലെ ഒരു വെബ്സൈറ്റാണ് ഇതിന്റെ ഒരു ന്യായം വെളിപ്പെടുത്തുന്നത്. അപ്പോ പുച്ഛിച്ച ആൾ ജൂതവിരുദ്ധനായ ആള് തന്നെയാണ്. മറ്റുള്ളവർക്ക് എങ്ങനെയാണ് ഇത് മാതൃകയാകുന്നത്? സാധാരണഗതിയിൽ നമ്മൾ ടേപ്പ് ഒട്ടിച്ചൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്നത് ഈ നിലത്ത് വീണ് പൊട്ടിയ മൊബൈൽ ഫോണുകളിലൊക്കെ അല്ലേ? അങ്ങനെ പുച്ഛിക്കാൻ നോക്കിയതായിരിക്കും ഇതേ. ഇയാൾ എന്തിനാണ് ഇങ്ങനെ ടേപ്പ് ഒട്ടിച്ച് നടക്കുന്നത് എന്നുള്ളത്. ഇതാണ് ഈ
റെഡ് ടേപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേറൊരു അർത്ഥം കൂടി വന്നിരിക്കുന്നു, ചുവപ്പ് നാട എന്നുള്ളതിന് പകരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.